ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ തിരുനാളിൻ്റെ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ സുഹൃത പുണ്യങ്ങൾ എത്രയോ ഉണ്ട്. വിശുദ്ധ അമ്മ ത്രേസ്യ യോസേപ്പ് പിതാവിൻ്റെ ആഴപ്പെട്ട ഒരു ഭക്തയായ മകളായിരുന്നു. കേരള സഭയിൽ നമുക്കറിയാമല്ലോ, വിശുദ്ധ ചാവറ പിതാവ്, വിശുദ്ധ യൂപ്രാസ്യാമ്മ, വിശുദ്ധ മറിയം ത്രേസ്യാമ്മ, ഇവരൊക്കെ യോസേപ്പ് പിതാവിൻ്റെ വിശേഷ ഭക്തിയിൽ ജീവിതം ചേർത്തവരാണ്. വിശുദ്ധ ചാവറ പിതാവിനെ കുറിച്ച് പറയുമ്പോൾ വളരെ വിപ്ലവകരമായ ഒരു പ്രഖ്യാപനം നമുക്ക് എല്ലാവർക്കും അറിയാം. ചാവറ പിതാവ് പറഞ്ഞതാണ്, എൻ്റെ മാമോദീസായിലൂടെ എനിക്ക് സംലഭ്യമായ, ജ്ഞാനസ്നാനത്തിലൂടെ എനിക്ക് സംലഭ്യമായ വരപ്രസാദം ഒരിക്കലും നഷ്ടപ്പെടാൻ ഇടയാകാതെ എനിക്ക് പാലിക്കുവാൻ കർത്താവിന് കൃപ നൽകി. അതിന് സഹായമായി ഭവിച്ചത് തിരുക്കുടുംബത്തോടുള്ള ഭക്തിയായിരുന്നു. പ്രത്യേകമായി യോസേപ്പ് പിതാവിനോട് വിരക്തി എന്ന പുണ്യത്തിന് വേണ്ടി ചാവറയച്ചൻ പ്രാർത്ഥിക്കുമായിരുന്നു. വിരക്തി എന്താ? ദൈവത്തെ ഒഴികെ മറ്റൊന്നിനോടും ഒരു ആസക്തിയോ അല്ലെങ്കിൽ ഒരു പ്രതിബദ്ധത തോന്നാത്ത അവസ്ഥ, മറിച്ച് ദൈവത്തോട് മാത്രം. അങ്ങനെ ലോകത്തോടുള്ള മൈത്രി ഉപേക്ഷിച്ച് ദൈവത്തോട് ചേരുവാനുള്ള, അല്ലെങ്കിൽ ലോകത്തോട് വിരക്തി തോന്നുവാൻ തക്ക വിധം യോസേപ്പ് പിതാവ് ഈ ചാവറ അച്ഛനെ ഏറെ തുണച്ചു എന്ന് ചരിത്രം പറയുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ യോസേപ്പ് പിതാവിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ വിരക്തി എന്ന പുണ്യം, ശുദ്ധത എന്ന പുണ്യം, അതിനെല്ലാം യോസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം ശക്തമാണ്. പഴയൊരു പ്രാർത്ഥനയുണ്ട്. പണ്ടൊക്കെ നമുക്കറിയാമല്ലോ, വണക്കമാസമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ പൂർവികർക്ക് യോസേപ്പ് പിതാവ് ഒരു വലിയ അനുഭവമായിരുന്നു. യോസേപ്പ് പിതാവിനോടുള്ള ഭക്തി അത് എത്രയോ ശ്രേഷ്ഠതയോടെയാണ്, മഹനീയമായി അവർ കൊണ്ടാടിയിരുന്നത്. പക്ഷേ കാലം മാറി വന്നപ്പോൾ ഈ സുഹൃത പുണ്യങ്ങളിൽ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ആ ഹൃദയത്തുറവയൊക്കെ നമുക്ക് നഷ്ടമായി. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ലൂക്ക 2:52 പറയുന്നുണ്ട്, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. തീർച്ചയായും നമ്മൾ ധ്യാനിക്കണം, ആ ഈശോ വളർന്നു വന്നത് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലാണ്. സ്വർഗം കണക്കാക്കി എങ്ങനെ ഈ യേശു എന്ന ദൈവപുത്രൻ വളരേണ്ടത് മറിയത്താലും യോസേപ്പ് പിതാവിനാലും ആണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, ഇന്നും സ്വർഗം കാണുന്നു പരിശുദ്ധ അമ്മയും യോസേപ്പ് പിതാവും തന്നെ നമ്മളെ വളർത്തണം. അങ്ങനെ വളരുമ്പോൾ ദൈവീകമായ ക്രിസ്തോന്മുഖമായ ഒരു ഉറപ്പും ബലവും നമുക്ക് കിട്ടും. ഈശോയെ വളർത്തിയവർ തന്നെ നമ്മളെ വളർത്തുമ്പോൾ, പ്രത്യേകിച്ച് അതിൽ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, യോസേപ്പ് പിതാവിനെ വളരെ മഹനീയമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യോസേപ്പ് പിതാവിൻ്റെ മഹത്വം മനസ്സിലാക്കേണ്ടതുണ്ട്. ആവിലായിലെ അമ്മ ത്രേസ്യ ലൂക്കായുടെ സുവിശേഷം 12:2 ഒരു വചനം, അതായത് മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്ന അറിയപ്പെടാതിരിക്കുകയുമില്ല. അങ്ങനൊരു വചനമുണ്ടല്ലോ. മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്ന അറിയപ്പെടാതിരിക്കുകയുമില്ല. ഈ വചനഭാഗം വായിക്കുമ്പോൾ ഈ അമ്മ ത്രേസ്യയുടെ മനസ്സിലേക്ക് എപ്പോഴും യോസേപ്പ് പിതാവിൻ്റെ ഒരു ചിത്രം കടന്നു വരുമായിരുന്നു എന്നാണ് അമ്മ ത്രേസ്യ പറയുന്നത്. അതിന് അമ്മ ത്രേസ്യ ധ്യാനിക്കുകയാണ്. ആ വചനത്തിന് അനേക വ്യാഖ്യാനങ്ങളുടെ മുഖമുണ്ടെങ്കിലും അതിലൊരു മുഖം ഇങ്ങനെ ഈ അമ്മ ത്രേസ്യ വ്യാഖ്യാനിക്കാറുണ്ട്. എങ്ങനെ? മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്ന അറിയപ്പെടാതിരിക്കുകയുമില്ല. അങ്ങനെയെങ്കിൽ മറഞ്ഞിരിക്കുന്ന ഒരു രഹസ്യമാണ് യോസേപ്പ് പിതാവ്, നിഗൂഢമായിരിക്കുന്ന ഒരു രഹസ്യമാണ് യോസേപ്പ് പിതാവ്. ഈ മറഞ്ഞിരിക്കുന്നതും നിഗൂഢമായിരിക്കുന്നതും മറ നീക്കി പുറത്തു വരേണ്ട സമയമായെന്ന് ചുരുക്കം. അല്പം കൂടി ആഴമായി ചിന്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ, തിരുസഭയിലെ എല്ലാ സങ്കീർണ പ്രശ്നങ്ങൾക്കും ഈ ഉത്തരമെന്ന് പറയുന്നത് ഈശോയാണ്. ആ ഈശോ അതിന് പരിഹാരമായി നിയോഗിച്ചയക്കുന്നത് യോസേപ്പ് പിതാവിനെയാണ്. തൻ്റെ ക്രൂശ് മരണവും പീഡാസഹനവും മരണോത്ഥാനവും ഒക്കെ അതിന് രക്ഷയുടെ അനുഭവമാണെങ്കിൽ,
ഈ തിരുസഭയുടെ പാലകനായി നിയോഗിക്കുന്ന യൗസേപ്പിതാവിനെയാണ്. യൗസേപ്പിതാവിലൂടെ വേണം ഈ സഭയിൽ ഈ നഷ്ടപ്പെട്ടു പോയ ശാന്തത, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഐക്യം ഒന്ന് ആലോചിച്ച് നോക്കി. എത്രയോ ഭീകരത നമ്മുടെ ചുറ്റുപാടുകൾ തന്നെയാണ് കാണുന്നില്ലേ? യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ശത്രുതയും വിദ്വേഷവും നീക്കാം അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ഇതൊക്കെ പ്രാർത്ഥിക്കുമെങ്കിലും യോജിപ്പും ഐക്യമില്ലാത്ത ഒരു മനസ്സാണോ, ഹൃദയമാണോ എൻ്റേത് നിൻ്റേത്? ഇവിടെയാണ് ഇതെല്ലാം കേടുപോക്കാൻ ഈശോ നിയോഗിക്കുക തിരുസഭയുടെ പാലകനെ. അതുകൊണ്ട് ഈ കാലഘട്ടം യൗസേപ്പിതാവിൻ്റെ ഭക്തിപ്രചരണത്തിനും, അത് കേവലം ഒരു വൈകാരികതയല്ല, മറിച്ച് ആഴമായ മനനത്തിനും യൗസേപ്പിതാവിൻ്റെ സുഹൃത പുണ്യത്തിൽ ധ്യാനിച്ച് മുന്നേറേണ്ടതിൻ്റെയും ആവശ്യകത ശക്തമായി സഭ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊരു പക്ഷേ മീഡിയ ഒക്കെ ആഘോഷിക്കും, ഇങ്ങനെയൊക്കെയുള്ള വെറുതെ ഇങ്ങനെയുള്ള ഭക്തികൃത്യങ്ങളൊക്കെ ഒന്നും ശരിയല്ല. പ്രിയമുള്ളവരെ, സഭ കരുത്തുറ്റായി നിൽക്കുന്നതെന്നറിയാമോ? സഭയുടെ ഓരോ ആഹ്വാനങ്ങളും നമ്മൾ വായിക്കാറില്ല, അല്ലെ നമ്മൾ കേൾക്കാറില്ലേ? സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭ. അപ്പോൾ നമ്മുടെ തിരുസഭ എന്ന് പറയുന്നത് സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയാണ്. അതായത് ഒരു ദൈവ പൈതല് വളർന്നു വരുവാൻ വേണ്ടി സഭ ഒരുപാട് സുഹൃത പുണ്യങ്ങളും സകല സൗഭാഗ്യങ്ങളും നന്മകളും സഭയിലൂടെ ലഭ്യമാകുന്നുണ്ട്. ആ സ്തന്യം നുകർന്ന് വേണം ഒരു പൈതൽ വളരുവാൻ. അതിൽപ്പെട്ടതാണ് ഈ യൗസേപ്പിതാവിനോടുള്ള ഭക്തി, പരിശുദ്ധ അമ്മയോടുള്ള വണക്കം, സകല വിസ്തൃതമുള്ള വണക്കം, അതുപോലെ തന്നെ ഈ നൊവേനകൾ. അല്ലാതെ അതും തെറ്റൊന്നുമല്ല. പിന്നെ എവിടെയാണ് തെറ്റായി മാറുന്നത്? അതൊരു വൈകാരിക തലവും, അത് യേശുവിനേക്കാൾ അധികം, രക്ഷകനേക്കാൾ അധികമുള്ള ഒരു വൈകാരികതയുടെ മുഖവുമായി മാറുമ്പോഴാണ് തെറ്റായി മാറുന്നത്. മറിച്ച് എന്ത് ചെയ്യണം? ഈ ഭക്തികൃത്യങ്ങളെല്ലാം, ഈ വണക്കങ്ങളെല്ലാം, ഈ ആദരവൊക്കെ ക്രിസ്തുവിലേക്ക് വഴി തുറക്കുന്നതാകണമെന്ന്. മറിയം വഴി ക്രിസ്തുവിലേക്ക്. യൗസേപ്പിതാവിൻ്റെ ഭക്തി വഴി എന്താ? അത് ക്രിസ്തുവിൻ്റെ ആ ദൃഢമായ അനുഭവത്തിലേക്ക് നമ്മളെ ചേർക്കണം. അതാണ് യഥാർത്ഥമായ വിശുദ്ധരോടുള്ള വണക്കത്തിൻ്റെയൊക്കെ ധന്യത എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ യൗസേപ്പിതാവിൻ്റെ ശാന്തതയൊന്ന് ധ്യാനിക്കുകയാണ്. ഇന്ന് കലുഷിതമല്ലേ ചുറ്റുപാടുകൾ? കുടുംബങ്ങൾ എത്രയോ ഇങ്ങനെ തീപ്പൊക അല്ലെങ്കിൽ ഈ എരിഞ്ഞു കത്തുകയല്ലേ പ്രിയമുള്ളവരെ? ബന്ധങ്ങൾ അറ്റുപോകുന്നു, പരസ്പരം ആക്രോശിക്കുന്നു. ഓരോ ദിനവും ഈ മാധ്യമത്താളുകൾ അല്ലെ മാധ്യമങ്ങൾ കാണുന്ന എന്താ? എത്രയോ ഭീകരമായ വാർത്തകളാണ്. പരസ്പരം കരിവാരി തേക്കുന്നു, ചാനൽ ചർച്ചകൾ നടത്തുന്നു, പരസ്പരം അവഹേളിക്കുന്നു. ആർക്കും ആരെയും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്നാൽ വചനം എന്താ നമ്മൾ പറയുന്നത്? എന്താ പ്രിയമുള്ളവരെ? തീത്തോസ് 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആരെയും പറ്റി തിന്മ പറയാതിരിക്കാനും കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സൗമ്യരായിരിക്കാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കാനും ശ്രദ്ധിക്കുക. എന്താ വചനം പറയും? എത്രയോ ആഴമായൊരു ചിന്തയാണ് പ്രിയരെ. എന്താ? ആരെയും പറ്റി തിന്മ പറയാതിരിക്കുക, ഇനിയോ കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. വീണ്ടും പറയുന്നത് എന്താ? സൗമ്യരായിരിക്കുക. വീണ്ടും എന്ത് പറയുന്നു? എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കുക. ഇതല്ലേ ഒരു ദൈവപതിലിൻ്റെ മുഖഛായ? തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം മെനഞ്ഞെങ്കിൽ ഇന്ന് അതാണോ പ്രിയരെ നമ്മളിലുള്ളത്? ഞാൻ ഉൾപ്പെടെ നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ. സത്യത്തിൽ എന്തൊരു നീരസവും വിദ്വേഷവും വെറുപ്പും കൊണ്ടാണ് നമ്മൾ ബലിപീഠത്തിൽ നിൽക്കുന്നത്. എന്ത് ആക്രോശങ്ങളാണ് നമ്മൾ അഴിച്ചു വിടുന്നത്. എന്ത് ചർച്ചകൾ നടത്തുന്നു, പിന്നെ പല പല കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക പ്രിയരെ, വെറുതെ മാനുഷികമായി കുറേ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ഒരിക്കലും ഉത്തരം കിട്ടുകയില്ല. മറിച്ച് എന്ത് ചെയ്യണം? നമ്മളൊന്ന് നിശബ്ദരായിക്കേ, എന്നിട്ട് പരിശുദ്ധാത്മാവിന് സ്പേസ് കൊടുത്തേ എല്ലാം നിയന്ത്രിക്കുവാനും എല്ലാം പരിഹരിക്കുവാനും എല്ലാം കേടുപോക്കുവാനും എല്ലാം നന്നായി ചെയ്യുവാനും കഴിവുള്ള പരിശുദ്ധാത്മാവ്, ഈ ഏകവും പരിശുദ്ധവും സ്ലൈകവും സാർവത്രികവുമായ സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവ്, അതിലെല്ലാം കേടുപോക്കാനും പരിഹരിക്കാനും തൻ്റെ പ്രാഭാവം കൊടുത്ത് അയച്ചിരിക്കുന്നത് തിരുസഭയുടെ പാലകനായ യൗസേപ്പിതാവിനെയാണ്. ഇതൊക്കെ ദൈവമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത് പറയുമ്പോഴും ഈ സുഹൃത പുണ്യങ്ങൾ നമ്മളിലേക്ക് നമുക്ക് പഠിപ്പിക്കുന്നത് യൗസേപ്പിതാവ് തന്ന ആ ശാന്തത,
എന്തുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്നിൽ നിന്നും പഠിക്കുവിനെന്ന്? ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്നിൽ നിന്നും പഠിക്കുവിനെന്ന് എവിടുന്ന് കിട്ടി പ്രിയരെ ഈ ഈശോയ്ക്ക് ഈ ശാന്തശീലം? സംശയിക്കേണ്ട, ഈ അപ്പൻ പഠിപ്പിച്ചു. അപ്പൊ ശാന്തശീലവും വിനീത ഹൃദയവും, വിനീത ഹൃദയം പരിശുദ്ധ അമ്മയുടെ ചിന്തിച്ച് നോക്കിക്കേ, ശാന്തശീലവും വിനീത ഹൃദയവും. ശാന്തശീലം യൗസേപ്പിതാവിൻ്റെ, വിനീത ഹൃദയം മാതാവിൻ്റെ. അപ്പോൾ ചുരുക്കത്തിൽ ഈ അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹലാളനം ഈ കുഞ്ഞു വായിച്ചു മനസ്സിലാക്കി. ഇന്ന് കുടുംബങ്ങൾ നമുക്കറിയാമല്ലോ, രൂപത കോടതികളും നിയമകോടതികളും വിവാഹമോചന കേസുകൾ കൊണ്ട് കെട്ടിക്കിടക്കുകയാണ്. വിവാഹം എന്ന കൂദാശയുടെ അർത്ഥവും ആഴവും തിരിച്ചറിയാതെ കേവല ദിനങ്ങൾ കൊണ്ട്, മാസങ്ങൾ കൊണ്ട് വെട്ടിമുറിക്കപ്പെടുവാൻ സാത്താൻ നുഴഞ്ഞു കയറി കുടുംബങ്ങളെ തകർക്കുമ്പോൾ ഗാർഹിക സഭ തളരുകയാണ് പ്രിയമുള്ളവരെ, തകരുകയാണ്. ഇവിടെ നമ്മൾ വിവേകമുള്ളവരായിരിക്കണം, ഇവിടെ നമ്മൾ ജ്ഞാനമുള്ളവരായിരിക്കണം, ഇവിടെ നമ്മൾ കൂർമ്മ ബുദ്ധിയുള്ളവരായിരിക്കണം. എന്തിൻ്റെ? പരിശുദ്ധാത്മാവ് നയിക്കുന്ന ബുദ്ധി, പരിശുദ്ധാത്മാവിൻ്റെ ആലോചന, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം, ഇതെല്ലാം നമ്മളെ ഭരിക്കണം. അതാണ് യൗസേപ്പിതിൽ നിറഞ്ഞത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? ആരെയും പറ്റി തിന്മ പറയാതിരിക്കുക, ഒന്ന് നന്മ പറഞ്ഞു നോക്കിക്കേ, ഒന്ന് ശാന്തമായിട്ട് എന്നോട് ആക്രോശിക്കാൻ വരുന്നവരെ ഒന്ന് മനസ്സിലാക്കുക. ഒരുപക്ഷെ എൻ്റെ കുടുംബത്തിലായിരിക്കാം, എൻ്റെ കാഴ്ചപ്പാടിൽ നേരെ പ്രതികൂലമായ സമീപനങ്ങളായിരിക്കാം. അവിടെ ഞാൻ മനസ്സിലാക്കണം എന്ത്? ഒന്ന് ശാന്തമായിട്ട് ദൈവം ഈ സംഭവത്തിലൂടെ, അല്ല ഈ വ്യക്തി എന്നോട് ആക്രോശിക്കുന്നതിലൂടെ, അല്ല ഇയാൾ എന്നോട് നീരസം പ്രകടിപ്പിക്കുന്നതിലൂടെ, എന്നെ തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതി, മറ്റുള്ളവർ മുമ്പിൽ എന്നെ അവഹേളിക്കുന്നതിലൂടെയൊക്കെ ദൈവം എന്നെ ഒരുക്കുന്ന ഒരാഴം കൂടി ഉണ്ടെന്ന് ഞാനൊന്ന് തിരിച്ചറിയണം. എന്നിട്ട് ഞാൻ സ്വയം എളിമപ്പെട്ട് ഒന്ന് ശാന്തമാകുമ്പോൾ ഒരു നല്ല ശതമാനം പ്രശ്നങ്ങളും കെട്ടടങ്ങും പ്രിയരെ. അത് നമ്മളെ പഠിപ്പിക്കും യൗസേപ്പിതാവ് എന്ന ശാന്തശീലൻ. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ നിശബ്ദനായിരുന്നു എന്ന് പറയുമ്പോൾ എവിടുന്ന് കിട്ടി നിശബ്ദത? ഇന്ന് നമ്മൾ പറയുന്നൊരു കാര്യമില്ലേ, അപ്പം ഇതൊക്കെ പറയുമ്പം മിണ്ടാതിരുന്നാൽ മതിയോ, പ്രതികരിക്കണ്ടേ? ഇന്ന് പലപ്പോഴും ചിന്തിച്ച് നോക്കിക്കേ, ഈ ചില നമ്മുടെ ചാനലിൻ്റെ യൂട്യൂബിലൊക്കെ വരുന്നുണ്ട്, ഇന്നയാൾ ആഞ്ഞടിക്കുന്നു, അല്ലെ തീപ്പൊരി പ്രസംഗം പറയുന്നു, അല്ലെങ്കിൽ അതിന് ശക്തമായി പ്രതികരിക്കുന്നു, എന്തെല്ലാം ടൈറ്റിലാണ് കാണുന്നത്. ഒരു കാര്യം ഉറപ്പാ പ്രിയരെ, എത്ര ആഞ്ഞടിച്ചാലും, എത്ര തീപ്പൊരി പ്രസംഗം പറഞ്ഞാലും, എത്ര പ്രതികരിച്ചാലും പരിശുദ്ധാത്മാവ് അല്ല ആ വൈകാരികതയുടെ പിന്നിലെങ്കിൽ, എൻ്റെ പ്രതികരണത്തിന് പിന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ നിവേശനമില്ല എങ്കിൽ ഞാൻ വെറുതെ ജലരേഖ പോലെ കുറേ ഒച്ച വയ്ക്കുമെന്ന് മാത്രമേ ഉള്ളൂ, ഒരു ഫലവും കാണിയല്ല. എല്ലാ മേഖലകളിലും അതങ്ങനെ തന്നെ. അത് കുടുംബത്തിലായിക്കൊള്ളട്ടെ, ഇടവകയിലായിക്കൊള്ളട്ടെ, കൂട്ടായ്മയിലായിക്കൊള്ളട്ടെ, അത് സഭാ കാര്യങ്ങളിലായിക്കൊള്ളട്ടെ, ദൈവികമായ കീഴ്വഴക്കവും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ സന്നിധിയിൽ ആഴമായി മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി, കർത്താവേ ഞങ്ങൾക്ക് കഴിയില്ല ദൈവമേ അങ്ങ് ഇടപെടണമേ എന്ന് പറയുന്ന ഒരു സമർപ്പണവും ഇല്ലാതെ പ്രിയരെ, പരിശുദ്ധാത്മാവ് ചലിക്കാതെ ഒരു കാര്യത്തിനും തീരുമാനം ഉണ്ടാകുകയില്ല. അത് ഞാനാകുന്ന അപ്പൻ മനസ്സിലാക്കണം, ഞാനാകുന്ന ഭർത്താവ് മനസ്സിലാക്കണം. അവിടെ എന്ത് ചെയ്യണം? ശാന്തമായി ഈ യൗസേപ്പിതാവിൻ്റെ ശാന്തത സംശീകരിക്കണം. ശക്തമായ കുറേ വൈകാരിക പ്രതികരണമല്ല, പ്രതികരിക്കരുതെന്നുമല്ല പറയുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, പരിശുദ്ധാത്മാവ് നിവേശിപ്പിക്കുന്ന അനുസരിച്ചായിരിക്കണം അത് പ്രതികരണമായിക്കൊള്ളട്ടെ, ചർച്ചയായിക്കൊള്ളട്ടെ, അതിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ചലനമുണ്ടാകണം. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും അർത്ഥമുണ്ടാകും. അതുകൊണ്ട് ഈ ആഴമായ നിശബ്ദത, യൗസേപ്പിതാവിൻ്റെ നിശബ്ദത നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. അത് ദൈവികമാണ്, അത് സ്വർഗീയമാണ് നിശബ്ദത. പലരും പറയാറുണ്ട് മിണ്ടാതിരുന്നു അത് ഭീരത്വമാണ്. പ്രിയമുള്ളവരെ, ദൈവികമായ നിശബ്ദത ഭീരത്വമല്ല, ധൈര്യമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം ദൈവിക സ്ഥൈര്യത്തിലും ധൈര്യത്തിലും ഉണരുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനത്തിൽ മുന്നേറുവാൻ നമുക്ക് ആരെപ്പറ്റി കുറ്റം വിധിക്കാതെ, ആരെയും പഴിക്കാതെ, ആരെയും വിധിവാക്ക് പറയാതെ, മുൻവിധിയോടുകൂടി അവരെ കാണാതെ അവളെ കാണാതെ നമുക്ക് ശാന്തത കൈവരിക്കാം. ദൈവികമായൊരു സ്വച്ഛത, ഒരു ശാന്തത. എൻ്റെ യൗസേപ്പിതാവേ, ആരെയും പഴിക്കാതെ, ആരെയും വിധിക്കാതെ, ആരെയും കുറ്റപ്പെടുത്താതെ
എവിടെയൊക്കെ കുറവുകളുണ്ടോ അവരിലല്ല, എന്നിലാണ് കർത്താവെ കുറവുകൾ എന്ന് എളിമപ്പെട്ടുകൊണ്ട് എന്നിൽ ഒരു നന്മയുടെ നിറവ് ഉണ്ടാക്കിയിട്ട് ചുറ്റുപാടുകളിലേക്ക് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ മാറണം, എൻ്റെ ശൈലി മാറണം, എൻ്റെ ആക്രോശത്തിൻ്റെ ധ്വനി അല്ലെങ്കിൽ അതിൻ്റെ തീവ്രത മങ്ങിയിട്ട് ദൈവികമായ നിശബ്ദത, ആ സ്വച്ഛത, ശാന്തതയെല്ലാം, അങ്ങനെ ആരെയും പറ്റി തിന്മ പറയാതിരിക്കാൻ, കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ, സൗമ്യരായിരിക്കാൻ, എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കുവാൻ, ഇതെല്ലാം നമുക്ക് കൃപ തരുന്നത് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൽ നിന്നാണ്. യൗസേപ്പ് പിതാവ് ആ ദിവ്യകാരുണ്യ ഈശോയിൽ നിന്നും നമുക്ക് കൃപ വാങ്ങി തരട്ടെ. അല്പസമയം നമ്മൾ ആ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് ഹൃദയം ചേർക്കുകയാണ്. ഹൃദയമൊരുക്കാം, ആരാധനയിലേക്ക് പ്രവേശിക്കാം. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയുടെ സവിധേ നമുക്കായിരിക്കാം. സങ്കീർത്തനങ്ങൾ 46 അധ്യായം 10 വാക്യം ഇങ്ങനെ പറയുന്നു: ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ഈ ദിവ്യകാരുണ്യ ഈശോ നമ്മോട് പറയുന്നതും അതുതന്നെയാണ്. എൻ്റെ മകനെ, മകളെ, നിന്റെ ഹൃദയം ഒന്ന് ശാന്തമാകട്ടെ. ഞാൻ ദൈവമാണെന്നറിയുക. നിന്റെ കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധാലുവാണ്. പലപ്പോഴും നീ കരയാറില്ലേ? ദൈവമേ, എനിക്ക് ആരും ഇല്ലല്ലോ, ഞാൻ ഇനി എന്ത് ചെയ്യും കർത്താവേ എന്നൊക്കെ. മകനെ, മകളെ, ഞാൻ നിന്നെ അറിയുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. നിന്റെ പ്രശ്നങ്ങൾ എത്ര ഉന്നതമാണെങ്കിലും അതെന്നോളം വരികില്ല. ഞാൻ അതിലുമെല്ലാം ഉപരിയാണ്. നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ളവൻ ഞാൻ മാത്രമേ ഉള്ളൂ. അത് കാണാത്തവനല്ല ഞാൻ, നിന്നെ കേൾക്കാത്തവനല്ല ഞാൻ, നിന്നെ അറിയാത്തവനല്ല ഞാൻ. ദൈവം നമ്മോട് പറയുക, അതുകൊണ്ട് നിന്റെ പ്രശ്ന സങ്കീർണതകളിൽ നീ ശാന്തമാകുക. ഞാൻ നിന്റെ സ്നേഹതാതനാണെന്ന് നീ അറിയുക. ആ ദൈവത്തോടുള്ള വിധേയത്വവും വിശ്വസ്തതയും ആശ്രയബോധവുമായിരുന്നു യൗസേപ്പ് പിതാവിനെ ശാന്തനാക്കിയത്. യൗസേപ്പ് പിതാവ് ശാന്തതയുടെ നിറവായിരുന്നു. ആ ശാന്തനായ യൗസേപ്പ് പിതാവ് പ്രതികൂലമായ എത്രയോ അവസ്ഥകളെ തരണം ചെയ്തു പോയപ്പോഴും ആ സ്വച്ഛത, ആ ശാന്തത ഹൃദയത്തിൽ സൂക്ഷിച്ചു. കാരണം ദൈവത്തിൽ പ്രത്യാശയുണ്ടായിരുന്നു. എൻ്റെ ദൈവം എന്നെ അറിയുന്നു, എൻ്റെ ദൈവം എന്നെ കാണുന്നു, എൻ്റെ ദൈവം എന്നെ കേൾക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യവും ദൃഢമായ വിശ്വാസവും. പ്രിയരെ, അതുകൊണ്ട് തന്നെയാണ് ഈ ശാന്തനായ അപ്പൻ പഠിപ്പിച്ചു വളർത്തിയ മകൻ. ഈശോ പറഞ്ഞില്ലേ, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണെന്ന്. അപ്പൻ പഠിപ്പിച്ചു ശാന്തത. ആയതിനാൽ ഈ നല്ല ദൈവം നമ്മോടും പറയുന്നു, ഈശോയെ വളർത്തിയ, തിരുക്കുമാരനെ വളർത്തിയ, ദൈവത്തിൻ്റെ പുത്രനെ വളർത്തിയ ഈ അപ്പൻ നമ്മുടെ ജീവിതത്തിലും
നെരിപ്പോടുപോലെ ഉയരുന്ന പ്രശ്നങ്ങൾക്ക് തുണയായി നിന്ന് സ്നേഹത്തണൽ വിരിച്ച് ശാന്തത നൽകും. പ്രിയരെ, നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധ അമ്മയോടൊപ്പം യൗസേപ്പ് പിതാവിനോടുള്ള തീഷ്ണമായ പ്രാർത്ഥനാഭക്തി ഉണരണം. അങ്ങനെ പരിശുദ്ധ അമ്മ നമ്മളെ ഈശോയിലേക്ക് ചേർത്ത് നിർത്തുമ്പോൾ ഈശോയിൽ നിന്നും കുതറി നമ്മൾ ഓടാതെ യൗസേപ്പ് പിതാവ് നമ്മളെ കാത്തുപാലിക്കും. അങ്ങനെ ഈശോ, മറിയം, യൗസേപ്പ് നമ്മുടെ കുടുംബത്തിൻ്റെ സ്വർഗീയ മുദ്രയായി മാറുന്ന തിരുക്കുടുംബ ചൈതന്യത്തിൻ്റെ നേർരേഖയായി മാറും. പ്രിയരെ, ആ ശാന്തത, ആ സ്വച്ഛത ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഉണരട്ടെ. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, ഉത്കണ്ഠാകുലരാകേണ്ട. മനസ്സിൻ്റെ അകാരണമായ ഭയം, മരണഭയം, നിരാശ, ഇനി എന്തിന് ഞാൻ ജീവിക്കണം എന്നുള്ള ആ നിഷേധാത്മകമായ അല്ലെങ്കിൽ വിഷാദാത്മകമായ ചിന്തകൾ, അവിടേക്കെല്ലാം ഈശോയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വാർന്നൊഴുകട്ടെ, നിറയട്ടെ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന് ഈശോ പറഞ്ഞല്ലോ. ആയതിനാൽ ആ ഈശോയുടെ വാക്കുകളിൽ അഭയം തേടാം. കർത്താവ് നമ്മോട് പറയുന്നു, ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠാകുലരാകേണ്ട. ആ ദൈവം നമ്മോട് പറയുന്നു, ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നീ തകർന്നവനാണോ മകനെ? നീ തകർന്നവളാണോ മകളെ? ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ, യേശുനായകൻ. നീ തകർന്നവനാണോ മകനേ? നീ തകർന്നവളാണോ മകളേ? ഞാൻ നിന്റെ രക്ഷകൻ, സൗഖ്യദായകൻ, നിന്നെ ഉണർത്തുന്നവൻ, യേശുനായകൻ. അതെ പ്രിയരെ, തകർന്നവനാണോ നീ? തകർന്നവളാണോ? രക്ഷകനായ ഈശോ നിന്നോട് പറയുന്നു, നിന്റെ മുറിവുകൾ ഉണക്കുവാൻ, നിന്നെ സൗഖ്യപ്പെടുത്തുവാൻ, നിനക്ക് പുതുജീവൻ തരുവാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ ഈശോയുടെ ആശീർവാദം നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ എന്നും നന്മ നിറഞ്ഞ പാതയിൽ യൗസേപ്പ് പിതാവിൻ്റെ ശാന്തതയുടെ ഉണർവിൽ വിരാജിക്കുവാൻ തക്കവിധം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, 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 യേശുവേ ആരാധന.